നമസ്കാരം. ഇത് ക്രിസ്മസ് കാലമാണ്. ലോകമെങ്ങും ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ തന്നെ ദുബായും ക്രിസ്മസിൻ്റെ ആഘോഷ നിറവിലാണ്. ഹോട്ടലുകളും തെരുവോരങ്ങളുമെല്ലാം ക്രിസ്മസ് മയമായിരിക്കുന്നു. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ്. ക്രിസ്മസ് ക്രിസ്ത്യാനികൾക്ക് വലിയ വിശ്വാസത്തോടെയുള്ള ആഘോഷമാകുമ്പോൾ ലോകത്തെ മറ്റിടങ്ങളിലുള്ളവർക്കും മറ്റു മതവിശ്വാസികൾക്കും ഇത് ആഘോഷത്തിൻ്റെ അവസരമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു കഥയിൽ നിന്നാണ് അറേബ്യൻ സ്റ്റോറീസ് തുടങ്ങുന്നത്. യേശു ക്രിസ്തു തൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നത് സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ചുകൊണ്ടാണ്. ജോർദാനിലാണ് യേശു ക്രിസ്തു മാമോദീസ സ്വീകരിച്ചതെന്നാണ് ബൈബിളും ചരിത്രവുമെല്ലാം പറയുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ സ്ഥലം ഇപ്പോൾ വളരെ ഭംഗിയായി ജോർദാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ സ്ഥലം സന്ദർശിക്കാനും ഇവിടെയുള്ള കാഴ്ചകൾ പകർത്താനും മാതൃഭൂമി ന്യൂസിന് അവസരം കിട്ടി. ആ കാഴ്ചയിലേക്കും അവിടുത്തെ വിശേഷങ്ങളിലേക്കുമാണ് അറേബ്യൻ സ്റ്റോറീസിൻ്റെ ആദ്യത്തെ യാത്ര. I am just a voice in the wilderness, preparing the way for the... Don't stop. Surely I need you to baptize me. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസറത്തിൽ നിന്നും വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം. What you are doing is right. Baptize me. ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന ചാവുകടലിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്ററിനപ്പുറം ജോർദാന്റെയും ഇസ്രയേലിന്റെയും ഞെരുങ്ങിയ അതിർത്തിയിലാണ് യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം അഥവാ മാമോദീസ നടന്നത്. ഈ പ്രവൃത്തിയോടാണ് യേശു തന്റെ പരസ്യജീവിതം തുടങ്ങുന്നതും. ബൈബിളിന്റെയും ചരിത്ര ഗവേഷണങ്ങളുടെയും പിൻബലത്തിലാണ് അൽ മക്താർ അഥവാ ക്രിസ്തു മാമോദീസ മുങ്ങിയ സ്ഥലം ഇന്ന് പ്രാധാന്യം അർഹിക്കുന്നത്. ചാവുകടലിനോട് ചേർന്ന് ജോർദാൻ നദിക്കരയിലാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ക്രിസ്തു ജ്ഞാനസ്നാനപ്പെട്ട സ്ഥലം കിടക്കുന്നത്. 14-ാം നൂറ്റാണ്ട് വരെ തീർത്ഥാടകരുടെ വരവ് ഈ പ്രദേശത്തേക്കുണ്ടായിരുന്നു. എന്നാൽ ബൈസാന്റിയൻ കാലഘട്ടത്തിന്റെ അവസാനത്തിലും തുടർന്നുണ്ടായ ലോകമഹായുദ്ധ കാലങ്ങളിലും ഇസ്രയേൽ പലസ്തീൻ തർക്കങ്ങളിലും പെട്ട് ഈ പ്രദേശത്തേക്കുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു. പതിറ്റാണ്ടുകൾ ആരാലും അറിയപ്പെടാതെ പ്രാദേശിക ഗോത്രവർഗത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു യേശു മാമോദീസ മുങ്ങിയ സ്ഥലം. പുരാവസ്തു വിദഗ്ധനും സന്യാസിയുമായ ഫാദർ പ്രിസുല്ലോയും ജോർദാൻ രാജകുമാരൻ ഗാസിയുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് മാമോദീസ പ്രദേശം ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണം. അന്ന് പട്ടാളത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ വിശ്വാസയോഗ്യമായ പല തെളിവുകളും ഇവിടെ നിന്നും കിട്ടി. ശിലാരേഖകളും പഴയ പാത്രങ്ങളും അങ്ങനെ പലതും. 1994 ജോർദാൻ ഇസ്രയേലുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി.
ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിന്റെ ഭാഗമായി കുഴിബോംബുകൾ നിറഞ്ഞ ഈ പ്രദേശം പട്ടാള സഹായത്തോടെ ബോംബ് മുക്ത പ്രദേശമാക്കി മാറ്റി. ജോർദാൻ വിനോദസഞ്ചാര വകുപ്പും പുരാവസ്തു വകുപ്പും കൈകോർത്ത് പുനരുദ്ധാരണ നടപടികൾ തുടങ്ങി. അങ്ങനെ വീണ്ടും തീർത്ഥാടകരെ ഈ പ്രദേശം സ്വാഗതം ചെയ്തു തുടങ്ങി. രണ്ടായിരത്തിൽ കത്തോലിക്ക സഭയുടെ അധിപൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോർദാനിലെ യേശുക്രിസ്തു മാമോദിസ മുങ്ങിയ സ്ഥലം സന്ദർശിച്ച് പ്രാർത്ഥിച്ചതോടെ ഇങ്ങോട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ബെനഡിക്ട് 16 മാർപ്പാപ്പയും 2009 ഇവിടെ എത്തി പ്രാർത്ഥിച്ചു. നിലവിലെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 മെയ് മാസത്തിൽ ഇവിടെ എത്തി. ജോർദാനും റോമുമായുള്ള ബന്ധത്തിന് 50 ആണ്ട് തികഞ്ഞ വർഷം കൂടിയായിരുന്നു 2014. ഓരോ ക്രിസ്ത്യാനിയും ജനിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. ഇന്ന് ജോർദാനിലെ യേശുക്രിസ്തു മാമോദീസ മുങ്ങിയ സ്ഥലത്തെത്തി പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിരവധി പേരുമുണ്ട്. 2015 ഫുട്ബോൾ താരം ഡീഗോ മറഡോണ ഇവിടെയെത്തി മാമോദീസ സ്വീകരിച്ചിരുന്നു. കുരിശാകൃതിയിലുള്ള കുളമാണ് ഇന്ന് മാമോദീസ പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത്. സ്വാഭാവിക ജലാശയമായ ഇവിടെ ഒരു കാലത്തും വെള്ളം പറ്റില്ല. ഇതിന് ചേർന്ന ചാവുകടലിലേക്ക് ഒഴുകിയിരുന്ന ജോർദാൻ നദി ഇപ്പോൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ദിശ മാറി ഒഴുകിയതായി ഗൈഡുകൾ പറയുന്നു. ജോർദാൻ നദിയാണ് ഇസ്രയേലിനെയും ജോർദാനെയും വേർതിരിക്കുന്നത്. ഏതാണ്ട് 10 അടിക്ക് അപ്പുറവും ഇപ്പുറവുമാണ് ഇരു രാജ്യങ്ങളും. ജോർദാൻ നദിക്കരയിലും ഇസ്രയേൽ നദിക്കരയിലും മാമോദീസ മുങ്ങാനും കുഞ്ഞുനാളിൽ സ്വീകരിച്ച മാമോദീസ എന്ന കൂദാശയുടെ ഓർമ്മ പുതുക്കാനും നിരവധി ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത്. ബൈബിളിൽ പരാമർശിക്കുന്ന എലീശ്വ പ്രവാചകന്റെ പേരിലുള്ള മലയും ഇതിനടുത്ത് തന്നെയാണ്. ഇവിടെ വെച്ച് പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നാണ് വിശ്വാസം. മാമോദീസ സ്ഥലത്തേക്ക് പോകാൻ 12 ജോർദാൻ ദിനാറാണ് ചിലവ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 15 മിനിറ്റ് സമയം വണ്ടിയിൽ പോകണം മാമോദീസ പ്രദേശത്തേക്ക്. ഈ യാത്രയ്ക്കും ഇംഗ്ലീഷിലും അറബിയിലും സംസാരിക്കുന്ന ഗൈഡിനുമടക്കമാണ് 12 ദിനാർ.